സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ഏത് സഭയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നിലവിലുള്ള സത്യസഭ ഏതാണ്? ഇന്ന് നാം ഏത് സഭയിലാണ്, അല്ലെങ്കിൽ ഏത് സഭയാണ് സത്യമായ സഭ? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, ഏത് സഭയാണ് സത്യമായ സഭ? കാരണം 35,000-ൽ പരം സഭകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. എല്ലാ സഭകളും വ്യത്യസ്തമായ അഭിപ്രായത്തിൽ വചനങ്ങളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് അതിൻ്റെ പുറകെ ഒരു ഉപദേശ സംഹിത ഉണ്ടാക്കിയെടുത്ത് ഇതാണ് ദൈവസഭ എന്ന് മനുഷ്യൻ പറയുന്നു. എന്നാൽ ദൈവം അംഗീകരിക്കുന്ന, ദൈവം ഇന്ന് പണിതുകൊണ്ടിരിക്കുന്ന ഏത് സഭയാണ് ഇന്ന് വാസ്തവത്തിലുള്ളത് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഇന്ന് ലോകത്ത് കാണുന്ന ക്രിസ്തീയ ഗോളത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സഭയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും, ഞങ്ങൾ മണവാട്ടി സഭയുടെ ഭാഗമാണ് എന്ന് പറയും. എന്നാൽ എന്നോടാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും, ഞാൻ മണവാട്ടി സഭയുടെ ഭാഗമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് ഞാനെന്ന് പറയും. കാരണം ദൈവം ഇന്ന് പണിതുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് ശ്രദ്ധ വെച്ച് പണിതുകൊണ്ടിരിക്കുന്ന സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. ആ സഭയിലൂടെയാണ് നമുക്ക് പ്രത്യാശയായ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുവാൻ കഴിയുന്നത്. തന്നെയുമല്ല, സഭ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മണവാട്ടി സഭ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ സഭ എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 സഭകളെക്കുറിച്ചെങ്കിലും ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 3 സഭകളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, പഴയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സഭ. 2, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ മണവാട്ടി സഭ. 3-ാമത്തെ സഭയാണ് നാം ഇന്നായിരിക്കുന്ന ദൈവസഭ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്ററിയിലൂടെ, അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഒരു മാർമിക സത്യത്തിലൂടെ കർത്താവ് സകല മാനവകുലത്തിനും ഒരുക്കിയ രക്ഷ, അതിലേക്ക് വിളിച്ചു കൂട്ടപ്പെട്ട ആ ഗണത്തെയാണ് ദൈവസഭ എന്ന് ഇന്ന് വിളിക്കുന്നത്. നാം അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുവാൻ ആഗ്രഹിച്ച ഒരു വസ്തുത. അപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയേക്കാം, 3 സഭകളോ? നമുക്കതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. അതായത് പഴയ നിയമസഭയെ, അതിനെയും സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, സഭ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്നുകൂടി. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്നുകൂടിയ ആ ജനത്തെയും സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം 8-ന്റെ 20-ാം വാക്യം, അങ്ങനെ മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും, കണ്ടോ, ഇവിടെ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ആ മോശയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തെ സഭ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകം 10-3, 14-2, 14-36, 15-24, 27-16. ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 18-1, 22-12, 22-16 എന്നീ വാക്യങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സഭ എന്നുള്ള പരാമർശം പഴയ നിയമ ഇസ്രായേലിനെ സഭ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അപ്പോൾ സഭ പരാക്രമശാലികളായ 12,000 പേരെ അവിടേക്ക് അയച്ചു. ഇവിടെയും ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലും അവിടെ പറയുകയാണ്, സഭ എന്ന് പറയുകയാണ്. അതിനുശേഷം രാജാക്കന്മാരുടെ കാലഘട്ടം വന്നു. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുകയാണ്, പിന്നെ ദാവീദ് സർവ്വസഭയോടും, കണ്ടോ, ഇവിടെ ദാവീദ് പറയുകയാണ്, സർവ്വസഭയോടും പറയുകയാണ്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ സഭ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലിനെയാണ്, ദൈവത്തിൻ്റെ ജനത്തെയാണ് സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ എസ്രായുടെ പുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവിടെയും പറയുന്നുണ്ട്, ഇസ്രായേലരുടെ ഏറ്റവും വലിയൊരു സഭ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇസ്രായേലരുടെ ഏറ്റവും വലിയൊരു സഭ. പ്രിയമുള്ളവർ, ഈ കാലഘട്ടം എന്ന് നോക്കുമ്പോൾ മോശ മുതൽ തുടർന്ന് ന്യായാധിപന്മാർ, അതിനുശേഷം രാജാക്കന്മാർ, അതിനുശേഷം ബാബേൽ പ്രവാസത്തിലേക്ക് ഈ ജനം പോയി, അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി വന്നവരുടെ കൂട്ടത്തിലാണ് എസ്രയും നെഹമ്യാവൊക്കെ ഉള്ളത്. ആ എസ്രയുടെ പുസ്തകത്തിലും സഭ എന്ന് പരാമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാലയളവിൽ മുഴുവനും ഇസ്രായേൽ ജനത്തെ
സഭ എന്നാണ്, ദൈവത്തിൻ്റെ സഭ എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ അത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള ദൈവസഭയായിരുന്നു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസ് അതിന് മറുപടി പറയുകയാണ്. കർത്താവ് പറയുകയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പത്രോസിനോട് പറയുകയാണ്, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതേത് സഭയാണ്? പഴയ നിയമ ഇസ്രായേൽ സഭയല്ല. ഇവിടെ ഇതാ കർത്താവ് മണവാട്ടി എന്ന് പറയുന്ന ഒരു സഭയെ പണിതെടുക്കുകയാണ്, അല്ലെങ്കിൽ പണി ആരംഭിക്കുകയാണ്. പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പല വ്യാഖ്യാനങ്ങൾ അതിനുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. കർത്താവ് ആരെന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മുൻപിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നാൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. വാസ്തവത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന പാറകളെ കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ജീവശിലകൾ കൊണ്ടാണ് ഈ സഭയെ പണിയുന്നത്. എങ്ങനെയുള്ള കല്ലുകൾ കൊണ്ട്? യേശു തന്നെ മശിഹ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാകുന്നു എന്നുള്ള തിരിച്ചറിവിൽ അങ്ങനെ ആരൊക്കെ തിരിച്ചറിയുന്നു, അങ്ങനെ വിശ്വസിക്കുന്നവരെ കൊണ്ട് പണിയേണ്ട ഒരു സഭയായിരുന്നു മണവാട്ടി സഭ. എന്നാൽ നമുക്കറിയാം, യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കാതെ അന്നത്തെ പുരോഹിതന്മാരെല്ലാം തിരസ്കരിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുകയാണ്, പെന്തക്കോസ്ത് ദിനമാണ്. അവിടെ പെന്തക്കോസ്ത് ദിനത്തിൽ ആളുകൾ വന്നുകൂടിയപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ കർത്താവ് തുടങ്ങി വെച്ച ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആ സഭയുടെ പണി കർത്താവ് തുടങ്ങി വെച്ചു. അവിടെ ഒരു ചെറിയ ആട്ടിൻകൂട്ടം രൂപപ്പെട്ടു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ചെറിയ ആട്ടിൻകൂട്ടം അവിടെ ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിനത്തിൽ വന്നപ്പോൾ അവിടെ പത്രോസ് ഒരു വലിയ പ്രസംഗം പ്രസംഗിച്ചു. അതിൻ്റെ ഒടുവിൽ ഈ ജനം ചോദിക്കുകയാണ്, ജനത്തിന് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള ജലസ്നാനം അവർ സ്വീകരിച്ചു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ആരോട് ചേർന്നു? അവരോട് ചേർന്നു. നേരത്തെ പറഞ്ഞ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ആട്ടിൻകൂട്ടത്തോട് ഇപ്പോൾ ആര് ചേരുകയാണ്? 3000 പേര് സ്നാനപ്പെട്ട് ചേരുകയാണ്. അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ അപ്പസ്തലന്മാരുടെ ഉപദേശം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12 ശിഷ്യന്മാരായിരുന്ന, അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നോട് കൂടിയിരിപ്പാനും പ്രസംഗിക്കാനും അല്ലെങ്കിൽ വീരപ്രവൃത്തികളൊക്കെ ചെയ്യുവാനും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മണവാട്ടി സഭയുടെ പണിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ അപ്പസ്തലന്മാരുടെ ഉപദേശമാണ് അവർ കേട്ടത്. അപ്പസ്തലന്മാരുടെ ഉപദേശം എന്താണ്? കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചതുമായിട്ടുള്ള ഉപദേശമാണ് അവർ പറയുന്ന ഉപദേശം. അവർ അതുവരെ പൗലോസ് ഇപ്പോൾ പറയുന്ന മിസ്റ്ററി ഗോസ്പൽ അല്ല പറഞ്ഞത്, അവർക്ക് കിങ്ഡം ഗോസ്പലാണ് പറഞ്ഞത്, രാജ്യത്തിൻ്റെ സുവിശേഷമാണ് പറഞ്ഞത്. അതാണ് അവർ കേട്ട് വിശ്വസിച്ച് ജലസ്നാനമേറ്റ് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ, അല്ലെങ്കിൽ മണവാട്ടി സഭയോട് ചേരുവാൻ ഇടയാക്കിയിരുന്നത്. എന്നാൽ സമയം മുന്നോട്ട് കഴിഞ്ഞു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെയെല്ലാം സഭ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഏത് സഭയാണ്? ഇത് മണവാട്ടി സഭയാണ്. കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ ആ സഭയുടെ പണിയാണ് ഇവിടെ പത്രോസും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, കാര്യങ്ങൾ അല്പം മുൻപോട്ട് പോയപ്പോൾ പൗലോസ് പോലും, ശൗൽ എന്ന പേരുള്ള പൗലോസ് പോലും അപ്പസ്തോല പ്രവൃത്തി 8-ന്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ സഭയോടാണ് പൗലോസ് എന്ത് ചെയ്തത്? അതിനെ വിഘടിക്കുകയും അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്തത്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പൗലോസ് മുടിച്ചു വന്ന സഭ ഏതാണ്? ഈ മണവാട്ടി സഭയെയാണ് പൗലോസ് മുടിച്ചു കളയുവാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാനായിട്ട് ഉദ്യമിച്ചത്. നമുക്ക്
ഗലാത്യ ലേഖനം 1:13 കൂടി ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 1:13 അതിൽ പറയുകയാണ്, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും, കണ്ടോ, ഇവിടെ യഹൂദ മതത്തിൽ താനായിരുന്നപ്പോൾ ഈ മണവാട്ടി സഭയ്ക്കെതിരെ അതിനെന്ത് ചെയ്തു? ഉപദ്രവിക്കുകയും സഭയെ അത്യന്തം അതിനെ നിർമൂലമാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഫിലിപ്പി ലേഖനം 3:6 നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പി ലേഖനം 3:6 ഇങ്ങനെ വായിക്കുകയാണ്, തീഷ്ണത കൊണ്ട്, അതായത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അപ്പോൾ തീഷ്ണത കൊണ്ട് ദൈവ പ്രമാണം അല്ലെങ്കിൽ അവർക്ക് നൽകിയ ന്യായപ്രമാണ സംബന്ധമായി ഉള്ള തീഷ്ണത കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ഒരു വാക്ക് കടത്തി പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ തിമിരം അദ്ദേഹത്തിൻ്റെ കണ്ണിലുള്ളത് കൊണ്ട് സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പ്രവൃത്തികളാൽ അദ്ദേഹം തൻ്റെ നീതിയെ സ്ഥാപിക്കാൻ നോക്കി. എന്നാൽ ഇവിടെ ആ ശുഷ്കാന്തി സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീഷ്ണതയെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു പോന്നു. അപ്പോൾ പൗലോസ് മുടിച്ചു കളയുവാൻ ആഗ്രഹിച്ച ഒരു സഭയാണ് മണവാട്ടി സഭ. എന്നാൽ ദമാസ്കസിൻ്റെ പടിവാതിൽക്കലിട്ട് പൗലോസിനെ ദൈവം പിടിക്കുകയും അവിടെ പൗലോസ് ആ സ്വർഗീയ ദർശനത്തോട് താൻ അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പിന്നീട് സാക്ഷ്യം പറയുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മണവാട്ടി സഭയുടെ പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും പൗലോസ് സ്വന്തം ജനത്തോട് സുവിശേഷം പറഞ്ഞിട്ട് യേശു തന്നെയാണ് മശിഹ എന്ന് തിരുവഴുത്തുകളെ ആധാരമാക്കി അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ ജനം മുഴുവനും അതിനെ തിരസ്കരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ രക്തത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി, ഞാൻ നിർമ്മലൻ, കാരണം നിങ്ങളോട് പറയാനുള്ള സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? തിരസ്കരിച്ചു കളഞ്ഞു. ഇങ്ങനെ യഹൂദൻ ആ രക്ഷയെ തിരസ്കരിച്ചു കളഞ്ഞപ്പോഴാണ് കർത്താവ് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ കർത്താവ് പുതിയൊരു പദ്ധതി, ഇതൊരു പുതിയൊരു പദ്ധതിയല്ല, അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, എന്നാൽ അതിനു മുൻപുള്ള കാലത്തെ അനാദിയിൽ ദൈവം തൻ്റെ ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതിയാണ് മിസ്റ്ററി പ്രോഗ്രാം, അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തനിക്ക് വെളിപ്പെട്ടു എന്ന് പറയുന്ന ഒരു മർമ്മം വെളിപ്പെട്ടു എന്ന് പറയുന്ന ഒരു സുവിശേഷം. ആ മാർമിക സത്യത്തിലൂടെ കർത്താവ് ഒരു സഭയെ സൃഷ്ടിച്ചെടുത്തു. അതേത് സഭയാണ്? അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് എല്ലാ ക്രിസ്തീയ ഗോളവും ചിന്തിക്കുന്നത് മണവാട്ടി സഭയുടെ മറ്റൊരു പേരാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് വളരെ വാസ്തവം അല്ല, അത് തെറ്റാണ്. കാരണം മണവാട്ടി സഭ എന്ന് പറയുന്നതിൻ്റെ ആ വിശ്വാസവും അല്ലെങ്കിൽ രക്ഷാമാർഗവും അതിൻ്റെ പ്രത്യാശയും മറ്റൊന്നാണ്. എന്നാൽ ഈ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം അനാദികാലം മുതലേ മറഞ്ഞു കിടന്നൊരു മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് ഗ്രഹിപ്പിച്ചപ്പോൾ അതിൻ്റെ സുവിശേഷവും അതിൻ്റെ പ്രത്യാശയും അത് എത്തിച്ചേരുന്ന ഇടവും വ്യത്യസ്തമാണ്. നമുക്കതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. നമുക്ക് താഴേക്ക് വരുമ്പോൾ അത് ചിന്തിക്കാം. എന്നാൽ എഫേസ്യ ലേഖനം 3 അതിൻ്റെ 1 മുതൽ 12 വരെയെങ്കിലും നമ്മൾ വളരെ വ്യക്തമായി വായിക്കുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സഭയെക്കുറിച്ച് ചിന്തിച്ചു. ഒന്ന് പഴയ നിയമ ഇസ്രായേൽ സഭ, 2 കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭ മണവാട്ടി സഭ. അതിൻ്റെ പണി കർത്താവ് നിർത്തി വെക്കേണ്ടതായ ആവശ്യം വന്നു. കാരണം എന്താണ്? പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും ഈ ജനം തിരസ്കരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെയും ആ യഹൂദൻ്റെ തിരസ്കരണം നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ തന്നെ അങ്ങനെ തിരസ്കരണം സംഭവിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ മനസ്സിൽ ദൈവം അറിയാം, ദൈവത്തിന് സകലതും അറിയുന്ന ദൈവമാണ്, ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള അറിവിൽ ദൈവം എന്ത് ചെയ്തു? മുന്നേ ഒരു പ്ലാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് പൗലോസ് എന്ന പ്രഥമ വ്യക്തിക്ക് ആദ്യമായി ദൈവം ഇത് വെളിപ്പെടുത്തുന്നത് പൗലോസിനാണ്. നമുക്കത് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 3 അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. അനേകം വ്യാഖ്യാനങ്ങൾ നമുക്കിതിനെ അനുബന്ധിച്ച് വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ കഴിയും. ഇവിടെ പൗലോസ് ബദ്ധനായിരിക്കുന്നത് ജാതികളായ നമുക്ക് വേണ്ടിയാണ്. എന്നാൽ പന്തിരുവരെ അയച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്. ഇവിടെ പൗലോസിനോട് പറയുകയാണ്, ഈ പൗലോസിനെ ദൈവം ജാതികൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സൂക്ഷ്മമായ ഒത്തിരി വ്യത്യസ്തതകൾ അടങ്ങിയൊരു പുസ്തകമാണ് എഫേസ്യ ലേഖനം 3 സ്പെഷ്യലി. നമുക്കതൊന്ന് ചിന്തിക്കാം.
നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസ് പറയുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു. വെളിപ്പാടിനാലാണ് തനിക്കത് കിട്ടിയത്. അതായത് പഴയ നിയമ വചനങ്ങൾ പരിശോധിച്ചപ്പോൾ തനിക്ക് കിട്ടിയ ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ തനിക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോഴും ഇത് ഞാൻ മനുഷ്യരിൽ നിന്നുമല്ല പ്രാപിച്ചത്, ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് എന്ന് അവിടെയും പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ഇത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. വളരെ വ്യക്തമായി പറയുകയാണ്. പലയിടങ്ങളിലും കർത്താവ് തന്നെ പറയുന്നുണ്ട്, വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. പൗലോസും ഇവിടെ പറയുന്നു, ഈ മർമ്മം നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ നിങ്ങളിത് വായിച്ചു നോക്കണം. ക്രിസ്തീയ കോളത്തിൽ ഒരു 90% പേരും വേദപുസ്തകം കൃത്യമായി വായിക്കാതെ യൂട്യൂബിൽ പല വീഡിയോകളും കണ്ടു നടക്കുന്ന ഒരു ആത്മീകരാണ്. അത് ഒരു ശരിയായൊരു നടപടിയല്ല. നമ്മൾ യൂട്യൂബ് വീഡിയോസ് കണ്ടോളൂ, പക്ഷെ അപ്പോൾ തന്നെ ഈ വചനം എന്തെന്ന് മനസ്സിലാക്കുവാൻ കൃത്യമായി വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ പൗലോസിനുള്ള ബോധ്യം എന്താണ്, അല്ലെങ്കിൽ ബോധം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. ഈ വചനം ഏറ്റെടുത്ത് വചന വായനയിൽ നാം ഇരുന്ന് കഴിഞ്ഞാൽ ഈ സത്യങ്ങളെ നമുക്ക് വളരെ വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി തരും. അതാണ് ആ വാക്യത്തിൻ്റെ ഒരു തരത്തിലുള്ള അർത്ഥം. എന്നിട്ട് പറയുകയാണ് 5-ാം വാക്യം, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആരെന്നുള്ള ചിന്ത അത് വേറൊരു ക്ലാസ്സായിട്ട് നമുക്ക് ദൈവം അനുവദിച്ചാലിടാം. ഒറ്റ വാക്യം ഞാൻ പറഞ്ഞു പോകാം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ നമുക്കൊരൊറ്റ ചിന്തയുള്ളൂ, പഴയ നിയമ പ്രവാചകന്മാരെ പ്രവാചകന്മാരായും 12 പേരെ അപ്പോസ്തലന്മാരെ നമ്മൾ കരുതും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ 12 പേരായ അപ്പോസ്തലന്മാരെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏശയ്യാ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരെ കുറിച്ചല്ല. ഇവിടെ പറയുന്നു ഇത് മുൻകാലത്ത് മറഞ്ഞിരുന്ന ഒന്നാണ്. മനസ്സിലായോ? ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. പൂർവ്വകാലങ്ങളിൽ ആർക്കും ഇത് മനസ്സിലായിരുന്നില്ല, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. അങ്ങ് അബ്രാഹാം തുടങ്ങി എടുത്തോ, അല്ലെങ്കിൽ ആദം മുതൽ പൗലോസ് അപ്പോസ്തലൻ വരെയുള്ള ഒരു മനുഷ്യ കുഞ്ഞും ഈ ഒരു മിസ്റ്ററി പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അതായത് പഴയ നിയമ പ്രവാചകന്മാർക്കോ അബ്രാഹത്തിന് ഇസ്ഹാക്കിന് യാക്കോബിനോ എന്ന് വേണ്ട ദാനിയേലിന് പോലും അത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പൗലോസിന്റെ വാദം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു, ആ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ഒന്നും വെളിപ്പെടാതെ പൗലോസിന് ഇപ്പോൾ വെളിപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പഴയ നിയമത്തിലെ ആരെങ്കിലും ആണ് എന്ന് ചിന്തിക്കരുത്. അപ്പോൾ തന്നെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയതിന് ശേഷം അവിടെ നിന്ന് നിയമിച്ചവരെയാണ് ഇവിടെ അപ്പോസ്തലന്മാരെന്നും പ്രവാചകന്മാരെന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിയമിച്ചൊരു അപ്പോസ്തലനാണ് പൗലോസ്. കാരണം 12 പേരെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നിയമിച്ചത്. എന്നാൽ പൗലോസിനെ നിയമിച്ചത് എപ്പോഴാണ്? കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി യഹൂദനോട് വീണ്ടും ഇടപെട്ടു, യഹൂദൻ ഇത് തിരസ്കരിച്ചു. ഇങ്ങനെ തിരസ്കരണം സംഭവിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും നേരിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. നേരിട്ടുള്ള ഒരു നിയമനമാണ് പൗലോസിന് ലഭിച്ചത്. ആ പൗലോസിനെയും അതിനോടനുബന്ധിച്ചുള്ള ചില അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാക്കി, അല്ലെങ്കിൽ ഇടയന്മാരാക്കി, ശുശ്രൂഷകരാക്കി, സുവിശേഷകരാക്കി ദൈവം ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയെ പണിയുവാൻ നിയോഗിച്ചു. അതുകൊണ്ട് രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മണവാട്ടി സഭയുടെ ആ പണി ദൈവം നിർത്തിവെച്ചിരിക്കുന്നു. ആ നിർത്തിവെച്ചെടുത്ത് നിന്ന് ദൈവം എന്ത് ചെയ്തു? പുതിയൊരു ആ ഒരു ഡിസ്പെൻസേഷൻ, അല്ലെങ്കിൽ കാലഘട്ടത്തെ അനുസരിച്ചുള്ള പുതിയൊരു യുഗം കർത്താവ് സകല മാനവകുലത്തിനും തുറന്നു തന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് വായിക്കാം. 7-ാം വാക്യം, എഫെസ്യ ലേഖനം 3-ന്റെ 7-ാം വാക്യം. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. വ്യാഖ്യാനിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ശക്തിയാൽ, തൻ്റെ ആ കർത്താവിൻ്റെ നിയമനത്താൽ. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ മനുഷ്യനാലല്ല, ഇത് പിതാവായ ദൈവത്താലാണ് ഞാൻ അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടത് എന്നിവിടെ വളരെ വ്യക്തമായിട്ട് ഗലാത്യ ലേഖനം പ്രാരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് പറയുകയാണ് 8-ാം വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും
സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്നും എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പൗലോസിന് എന്തിനാ ഈ അപ്പസ്തലത്വവും കൃപയും നൽകിയത്? ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതാണ് എന്ന് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കണം. മനസ്സിലായോ? അങ്ങനെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയാണ് തനിക്ക് ഈ അപ്പസ്തോലത്വവും കൃപയും നൽകിയത് എന്ന് പൗലോസോട് പറയുകയാണ്. അപ്പോൾ പൗലോസിന്റെ പ്രത്യേകമായൊരു ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം ഇപ്പോൾ ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ 12 ശിഷ്യന്മാർക്കോ വെളിപ്പെടുത്തി കൊടുക്കാതെ, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ പോലും മിസ്റ്ററി ഗോസ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, റാപ്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒത്തിരി സംശയങ്ങളുള്ള വിഷയമാണ്. കാരണം 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്, കർത്താവിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയെക്കുറിച്ചാണ്. അവിടെയൊന്നും റാപ്ചർ കാണുവാൻ സാധിക്കുകയില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിയിച്ചു തരാം. ഇപ്പോൾ എല്ലായിടത്തും ഒരു വീഡിയോയിൽ ഞാനത് തെളിയിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അനാദികാലം മുതലേ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പോൾ അനാദി നിർണയപ്രകാരമുള്ള ഈ സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ മുഖാന്തരം ഇത് അറിവായി വരുന്നു. ഇന്ന് ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിലൂടെയാണ് കർത്താവ് ഇത് ലോകത്തോട് പറയുന്നത്. മണവാട്ടി സഭയിലൂടെയല്ല ദൈവം ഇന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ നിയമ ഇസ്രായേൽ സഭയിലൂടെയല്ല സംസാരിക്കുന്നത്. ഇവിടെ ഇതാ ദൈവസഭ. നാം അതിൻ്റെ തലക്കെട്ട് ചിന്തിച്ച് നമ്മൾ ഏത് സഭയുടെ ഭാഗമാണ്? നിലവിലുള്ള സത്യസഭ ഏത്? ദൈവമെന്ന് പണിതുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള നാം ഇന്നായിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിലൂടെ മാത്രമാണ് ഈ ഒരു സുവിശേഷം ഇന്ന് സത്യമായും ലോകത്തോട് അറിയിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമേ. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാലാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഈ 12 വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മുടെ തിരിച്ചറിവിനായി എളുപ്പത്തിന് ചില കാര്യങ്ങൾ, ഒരു 12 പോയിന്റ് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണെന്ന് നിലവിലുള്ളത്. ദൈവം അതിൻ്റെ പണിപ്പുരയിലാണ്. ഈ സഭയെ റാപ്ചറാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആ സഭ, മണവാട്ടി സഭയുടെ പണി 7 വർഷത്തെ പീഡാകാലത്തിൽ കർത്താവ് അത് പണിതെടുക്കുവാനിടയായിത്തീരും. അത് നമുക്ക് പിന്നീട് ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, കൊലോസ്യ ലേഖനം 1:18, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. അപ്പോൾ തലയും ശരീരവും തമ്മിലുള്ളൊരു ബന്ധമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അതൊരു പ്രത്യേക, അല്ലെങ്കിൽ ഇന്നുവരെ, അല്ലെങ്കിൽ പൗലോസിൻ്റെ കാലം മുൻപേ ഇതാർക്കും വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഒരു 12 പോയിന്റിൽ ചുരുക്കമായിട്ട് എന്താണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പ്രത്യേകത? ഇതൊരു മർമ്മമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതൊരു വെളിപ്പാടിനാലാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഒരു മർമ്മമായിരുന്നു. ഇതൊരു വെളിപ്പാടിനാലാണ് വെളിവായി വന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ പൂർവ്വകാലത്ത് വെളിപ്പെടാതിരുന്ന ഒന്നാണ് ഈ സഭ. സഭ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് അനാദികാലം മുതലേ മറഞ്ഞു കിടന്നിരുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റി. ഈ സഭയുടെ വ്യവസ്ഥ അത് പൗലോസിനെയാണ് ദൈവം വരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തന്നെയുമല്ല, പിതാവ് തൻ്റെ പുത്രനിലൂടെയാണ് ഈ സഭയെ പണിതെടുക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഈ സഭയെ സമ്പാദിച്ചത്. മറ്റൊരു മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, മറ്റൊരു സംഘടനയുടെ ഒരു പ്രവൃത്തിയുമല്ല. ക്രിസ്തുയേശുവിൻ്റെ തിരുരക്തത്താലാണ് ഈ സഭ നേടിയെടുത്തത് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ സഭയ്ക്കാണ് റാപ്ചർ ഉള്ളത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ. അതുപോലെ തന്നെ ഈ സഭയ്ക്കാണ് സ്വർഗീയ പൗരത്വമുള്ളത്. ഫിലിപ്പി ലേഖനം 3-20 വാക്യം. ഈ സഭയ്ക്കാണ് ക്രിസ്തുവിൽ കൂട്ടവകാശമുള്ളത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊരു പോയിന്റ്, ഈ സഭയാണ് ലോകത്തെ വിധിക്കാനിരിക്കുന്നത്. മനസ്സിലായോ? ഈ സഭയ്ക്കാണ് റാപ്ചർ ഉള്ളത്, ഈ സഭയ്ക്കാണ് സ്വർഗീയ പൗരത്വമുള്ളത്, ഈ സഭയ്ക്കാണ് ലോകത്തെ വിധിക്കാൻ അധികാരമുള്ളത്, ഈ സഭയ്ക്കാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശമുള്ളത്. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന് മാത്രമുള്ള ചില പ്രത്യേകതകളാണ് നാം ചിന്തിച്ചത്.
മർമ്മമായിരുന്ന ഒരു പദ്ധതി, പൗലോസിനെ അപ്പോസ്തലനാക്കി ദൈവം ചെയ്തെടുത്ത ഒരു പ്രവൃത്തി, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭ, അതുപോലെ തന്നെ നമുക്ക് സ്വർഗീയ പ്രവേശനവും സ്വർഗീയ പൗരത്വവും റാപ്ചറും നേടിത്തന്ന ദൈവത്തിൻ്റെ സഭ, ആ സഭയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അബ്രാഹത്തിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെയും പ്രത്യാശയും പത്രോസിൻ്റെ പ്രത്യാശയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ റാപ്ചർ എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് അവർക്ക് അറിയാൻ പോലും പാടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, അതായത് അബ്രാഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അടിസ്ഥാനങ്ങളുള്ളതും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അവർ കാത്തിരുന്നു. അപ്പോൾ ഇവർ കാത്തിരുന്ന നഗരം ഏതാണ്? അടിസ്ഥാനങ്ങളുള്ളൊരു പട്ടണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. 2 പത്രോസ് 3-13 വാക്യത്തിൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി വാഗ്ദത്ത പ്രകാരം പത്രോസ് കാത്തിരിക്കുകയാണ്. റാപ്ചറിന് വേണ്ടിയല്ല പത്രോസ് കാത്തിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 21-1 വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അവരുടെ പ്രത്യാശയായിട്ടുള്ള പുത്തനാം യെരൂശലേം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു പട്ടണം, ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു പട്ടണം, അബ്രാഹത്തിൻ്റെ പ്രത്യാശ ആയിരുന്നൊരു പട്ടണം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരികയാണ്. ഇത് എപ്പോഴാണ് വരുന്നത്? ഇവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് റാപ്ചറായി കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്ന ആ സഭയുടെ പണി വീണ്ടും പുനരാരംഭിക്കും. യഹൂദനെ 7 വർഷത്തെ മഹാപീഡന കാലയളവിലൂടെ ദൈവം ആ രക്ഷയിലേക്ക് കൊണ്ടുവരും. തൻ്റെ സഭയെ കർത്താവ് പണിയും. അതിൻ്റെ ഒടുവിൽ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അതിനുശേഷം 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയിൽ വസിക്കും. 1000 ആണ്ടിന് ശേഷമാണ് പുത്തനാം യെരൂശലേം ഈ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്നത്. അവിടെയാണ് എഫെസ്യ ലേഖനം 1-10 വാക്യം. നമുക്ക് ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. ബൈബിളിലെ ഒരു സുവർണ അല്ലെങ്കിൽ സ്വർണ്ണ വാക്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. കണ്ടോ, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മളോട് അറിയിച്ചു. കേട്ടുകൊണ്ടിരിക്കുന്ന ജനവും ആ ദൈവത്തിൻ്റെ മർമ്മം ഇന്ന് ഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. പറയുകയാണ്, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. കണ്ടോ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെയുള്ളൊരു കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. എഫെസ്യ ലേഖനം 9-10 വാക്യത്തിൻ്റെ സാരാംശം എത്രയാണ്? ദൈവം തൻ്റെ ഹൃദയത്തിലുള്ളത് നമ്മെ അറിയിച്ചു. ആ മർമ്മത്തിൻ്റെ, ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയിച്ചു. ആ മിസ്റ്ററി ഗോസ്പൽ നമ്മളെ അറിയിച്ചു. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെയുള്ളൊരു കാലസമ്പൂർണത. പ്രൈസ് ദി ലോർഡ്. എന്താണ് സ്വർഗത്തിലുള്ളത്? ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്താണ് ഭൂമിയിലുള്ളത്? യഹൂദൻ്റെ വാഗ്ദത്ത പ്രകാരം പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും, അല്ലെങ്കിൽ 1000 ആണ്ടിന് ശേഷം ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേക്കും വരുന്ന പുത്തനാം യെരൂശലേമിൽ അതിൻ്റെ നീളവും വീതിയും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 2400 കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു വലിയ പട്ടണം. ഏകദേശ കണക്കാണ്, കൃത്യമായിട്ടുള്ള കണക്കല്ല. അത്രയും വലിയൊരു പട്ടണം, സ്വർഗത്തെയും ഭൂമിയെയും മുട്ടി നിൽക്കുന്ന രീതിയിലുള്ളൊരു പട്ടണം. ഇത് കർത്താവ് ആ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ വീണ്ടും ഒന്നിപ്പിക്കുമ്പോൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നിപ്പിക്കുന്ന ഒരു കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ. അനുഗ്രഹപ്രദമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയും എല്ലാ കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ വരുന്ന സകല സംവിധാനങ്ങളും ഒന്നായി ചേരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ദൈവം നമ്മെ ഈ സുവിശേഷത്താൽ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇന്ന് ദൈവം മനുഷ്യകുലത്തിന് നൽകിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരു പദവിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയിലേക്കുള്ള അംഗത്വം. സൗജന്യമായ സ്വർഗീയ പ്രവേശം, സൗജന്യമായിട്ടുള്ള രക്ഷ, ഇതെല്ലാം നമുക്ക് നൽകി തന്ന് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകളിലൂടെ നാം എത്തിച്ചേരുവാനുള്ള അവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേരുവാൻ പോകുന്നത്.
ഇതിലേക്കാണ് ദൈവം നമ്മെ ഈ സുവിശേഷത്തിൽ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇന്ന് ഏത് സഭയുടെ അംഗമാണ്, അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള സഭ ഏതാണ്, സത്യസഭ ഏതാണ് എന്ന് ചോദിച്ചാൽ, ലോകവ്യാപകമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ ദൈവം ചേർത്ത് പണിയുന്ന സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. എന്നാൽ നിർത്തിവെച്ചിരിക്കുന്ന മണവാട്ടി സഭയുടെ പണി വീണ്ടും ദൈവം പുനരാരംഭിക്കും. ഇത് രണ്ടും കൃത്യമായി കർത്താവ് പണിത് കഴിയുമ്പോൾ അതിനെ രണ്ടിനെയും ഒന്നിപ്പിക്കുന്ന ഒരു കാലസമ്പൂർണതയിലേക്ക് ദൈവം കടന്നു വരും. അതിൻ്റെ ആ ഒരു സമാപ്തിയിലേക്ക്, ആ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരും. എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ തുടർന്നും വീണ്ടും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.